കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ആഗോള ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ അതിഭയാനകമാണ്. യുദ്ധം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴും പശ്ചിമേഷ്യയുടെ ആകാശം വീണ്ടും കത്തുകയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടരികിൽ നടന്ന ഡ്രോൺ ആക്രമണം ഗൾഫ് മേഖലയാകെ നടുക്കിയിരുന്നു. ജനങ്ങളെ മുൾമുയിൽ നിർത്തുന്ന വാർത്തകളാണ് യുഎഇയിൽ നിന്നും വരുന്നത്. വിമാനത്താവളത്തിന് സമീപമുള്ള എണ്ണ ടാങ്കറുകൾ ലക്ഷ്യമിട്ട് വന്ന ഡ്രോണിനെ അധികൃതർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഇന്ധന ടാങ്കർ ഭീകരമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു നിമിഷം ലോകത്തിന്റെ കണ്ണുകൾ ദുബായിലേക്ക് തറച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു അത്. പുകയും തീയും ഉയർന്ന മേഖലയിൽ മണിക്കൂറുകളോളം ആശങ്ക പടർന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കേണ്ടിയും വന്നു. അബുദാബിയിലും സ്ഥിതിഗതികൾ ഒട്ടും വിഭിന്നമായിരുന്നില്ല. മിസൈൽ അവശിഷ്ടം ഒരു കാറിന് മുകളിലേക്ക് പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ട ദാരുണമായ വാർത്തയും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഫുജൈറ വ്യാവസായിക മേഖലയിൽ നിന്നും ഇരുണ്ട പുക ഉയരുന്ന ദൃശ്യങ്ങൾ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിന്റെ നടുവിലാണെന്നുകൂടി വിളിച്ചോതുകയാണ്. സൗദി അറേബ്യയുടെ ആകാശത്തും ഡ്രോണുകളുടെ പെരുമഴയായിരുന്നു. ഇന്ന് രാവിലെ മാത്രം 60ഓളം ഡ്രോണുകളാണ് സൗദി പ്രതിരോധ സേന വെടിവെച്ചിട്ടത്. ഈ സാഹചര്യത്തിൽ ഈജിപ്ത് വിദേശകാര്യമന്ത്രിയും സൗദി കിരീടാവകാശിയും ഖത്തർ, ബഹ്റൈൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നത് പശ്ചിമേഷ്യയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഇനി എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യത്തിന് മുന്നിലാണ്. അതിനിടയിൽ ഇറാന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളും കൂടുതൽ ഭയാനകമാണ്. ടെഹ്റാനിലെ എണ്ണ നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം ഭൂഗർഭ ജലത്തെ പോലും മലിനമാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ മണ്ണും വെള്ളവും എണ്ണ കലർന്ന് വിഷമയമായി കഴിഞ്ഞു. ഇതൊരു തലമുറയെ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ നടത്തുന്നത് വലിയൊരു യുദ്ധക്കുറ്റമാണെന്ന വാദത്തിന് ശക്തി കൂട്ടുകയാണ്. എന്നാൽ ഇത്രയൊക്കെ തകർന്നിട്ടും ഇറാന്റെ പോരാളികൾ അത്ര വേഗം പിന്മാറാൻ ഭാവമില്ല എന്നും ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. തങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന ഭീഷണിയുമായാണ് ട്രംപ് ഇതിന്റെ രംഗത്തെത്തിയിരിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അദ്ദേഹം കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ വെറും AI സൃഷ്ടികളാണെന്നാണ് ട്രംപിന്റെ വാദം. 5 വിമാനങ്ങൾ നശിച്ചു എന്ന വാർത്തകളെ തള്ളിക്കളയുന്ന ട്രംപ് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി നാറ്റോ രാജ്യങ്ങളെയും മറ്റ് 7 രാജ്യങ്ങളെയും പരസ്യമായി വെല്ലുവിളിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ മാത്രം കരുത്തിൽ ഹോർമൂസ് സംരക്ഷിക്കാൻ കഴിയില്ലെന്ന വലിയ തിരിച്ചറിവാണോ ഇതിന് പിന്നിലെന്ന് ലോകം സംശയിക്കുകയാണ്. മറ്റുള്ളവരെ ബലി കൊടുത്ത് സ്വന്തം കാര്യങ്ങൾ നേടാനുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്ന് പോലും പലരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു നാടകീയമായ വീഡിയോ പുറത്തു വരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്ന വാർത്തകൾക്ക് മറുപടിയുമായി അദ്ദേഹം തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ട് തന്റെ കയ്യിലെ 5 വിരലുകൾ ക്യാമറയ്ക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി താൻ മരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. എന്നാൽ ഈ വീഡിയോയും AI സൃഷ്ടിയാണെന്ന വാദവുമായി സൈബർ ലോകം വീണ്ടും രംഗത്തെത്തി. കോഫി കപ്പിലെ കോഫി തുളുമ്പുന്നില്ലെന്നും കുടിച്ചിട്ടും അതിൽ അളവ് കുറയുന്നില്ലെന്നുമുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നെതന്യാഹുവിനെ കുറിച്ചുള്ള ദുരൂഹത വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ആക്രമണങ്ങളും ഡ്രോണുകളും മിസൈലുകളും കൊണ്ട് പശ്ചിമേഷ്യയുടെ ആകാശം കലുഷിതമാണ്. ഭരണാധികാരികൾ നടത്തുന്ന ഈ വാക്പോരുകൾക്കിടയിൽ ജീവൻ പണയം വെച്ച് കഴിയുന്നത് സാധാരണ ജനങ്ങളും ലക്ഷക്കണക്കിന് പ്രവാസികളുമാണ്. ട്രംപിന്റെ ഭീഷണികളും നെതന്യാഹുവിന്റെ വീഡിയോകളും ലോകത്തെ കബളിപ്പിക്കാനാണോ അതോ സത്യാവസ്ഥ മറച്ചുപിടിക്കാനാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും. പക്ഷേ ഒന്നുറപ്പാണ്, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ പുകയുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് മാനവികതയുടെ തന്നെ തകർച്ചയുടെ സൂചനകളാണ്.